ദൈവം കീറിപ്പറിഞ്ഞ കുപ്പായവും ഒട്ടിയ വയറും അമലിന്റെ നിത്യസഹചാരികളായിരുന്നു. എങ്കിലും അവന്റെ ഹൃദയം നിറയെ കഥകളായിരുന്നു. ചിമ്മിനി വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പഴയൊരു നോട്ട്ബുക്കിൽ അവൻ തന്റെ ഏറ്റവും പുതിയ കഥ എഴുതി പൂർത്തിയാക്കി. ദൈവം എന്നായിരുന്നു ആ കഥയുടെ പേര്. അവന്റെ വിയർപ്പും കണ്ണീരും ആ വരികളിൽ പടർന്നു കിടന്നു. ആ കഥ ലോകത്തോട് വിളിച്ചു പറയാൻ അവൻ കൊതിച്ചു. പക്ഷെ ദാരിദ്ര്യം അവന്റെ കൈകൾ കെട്ടിയിട്ടിരുന്നു. ഒരു സായാഹ്നത്തിൽ അമൽ തന്റെ ആത്മമിത്രമായ ജോണിനെ കണ്ടുമുട്ടി. തന്റെ കഥ പ്രസിദ്ധീകരിക്കാൻ പണമില്ലാത്ത വിഷമം അവൻ ജോണിനോട് പങ്കുവച്ചു. ജോൺ അവനെ ആശ്വസിപ്പിച്ചു. "നീ അലക്സ് എന്ന പ്രസാധകനെ പോയി കാണണം," ജോൺ നിർദ്ദേശിച്ചു. അലക്സ് വലിയൊരു പ്രസാധകനാണെന്നും എന്നാൽ അയാൾ അല്പം കടുപ്പക്കാരനാണെന്നും ജോൺ ഓർമ്മിപ്പിച്ചു. തന്റെ സ്വപ്നം സഫലമാകുമെന്ന നേരിയ പ്രതീക്ഷ അമലിന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. അലക്സ് എന്ന പ്രസാധകൻ നഗരത്തിലെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അയാളുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു. 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ലഭിച്ച തന്റെ ഏക മകളെ ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടതോടെ അലക്സ് ഒരു തീവ്ര നിരീശ്വരവാദിയായി മാറി. ദൈവം എന്ന വാക്കിനെ പോലും അയാൾ വെറുത്തു. തന്റെ പ്രിയപ്പെട്ട മകളുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ നീറ്റലായിരുന്നു. ഒരു മഴയുള്ള ദിവസം നഗരത്തിലേക്കുള്ള ബസ് യാത്രയിലായിരുന്നു അമൽ. ജനാലയ്ക്കൽ പുറത്തെ മഴ നോക്കിയിരുന്ന അവന്റെ അരികിൽ അപ്രതീക്ഷിതമായി ഒരാൾ വന്നിരുന്നു. അത് അലക്സ് ആയിരുന്നു. ജോൺ പറഞ്ഞ വിവരണത്തിൽ നിന്നും അമൽ അയാളെ തിരിച്ചറിഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം മുന്നിൽ വന്നിരിക്കുകയാണെന്ന് അമൽ തിരിച്ചറിഞ്ഞു. അവന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അമൽ പതുക്കെ തന്റെ സഞ്ചിയിൽ നിന്നും ദൈവം എന്ന് എഴുതിയ കൈയെഴുത്ത് പ്രതി പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അത് അലക്സിന് നേരെ നീട്ടി. "സർ, ഇതൊന്ന് വായിച്ചു നോക്കണം. എന്റെ ജീവിതമാണ് ഇതിൽ," അമൽ വിതുമ്പലോടെ പറഞ്ഞു. പുസ്തകത്തിന്റെ പേര് കണ്ടതും അലക്സിന്റെ മുഖം കടുത്തു. "ദൈവമോ? അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ?" അലക്സ് പരിഹാസത്തോടെ ചോദിച്ചു. "ഇതൊരു വിശ്വാസത്തിന്റെ തർക്കമല്ല സർ," അമൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. "ഇത് എന്റെ ഭാവനയാണ്, എന്റെ സ്വപ്നമാണ്. ദാരിദ്ര്യത്തിലും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ വരികളാണ്. പ്രകാശനം ചെയ്യാൻ പണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സഹായം ചോദിക്കുന്നത്." അമലിന്റെ കണ്ണുകളിലെ നിശ്ചയദാർഢ്യം അലക്സിനെ ഒരു നിമിഷം ചിന്തിപ്പിച്ചു. തന്റെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഈ യുവാവിന്റെ കലയോടുള്ള സ്നേഹം സത്യസന്ധമാണെന്ന് അയാൾക്ക് തോന്നി. അലക്സ് ആ കൈയെഴുത്ത് പ്രതി വാങ്ങി തന്റെ ബാഗിൽ വെച്ചു. ഒന്നും മിണ്ടാതെ അയാൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി. ദിവസങ്ങൾ കടന്നുപോയി. അമൽ തന്റെ പ്രതീക്ഷകൾ ഉപേക്ഷിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഒരു ദിവസം അലക്സ് അവനെ തന്റെ ലൈബ്രറിയിലേക്ക് വിളിച്ചു വരുത്തി. "അമൽ, നിന്റെ കഥയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ പുസ്തകം ഞാൻ തന്നെ പ്രസിദ്ധീകരിക്കും," മാറ്റങ്ങളില്ലാതെ അലക്സ് പ്രഖ്യാപിച്ചു.